ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നല്ല തടിയുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വെയിറ്റ് ലോസിന് വേണ്ടി വല്ല ഫുഡ് സപ്ലിമെന്റ്സും ഉണ്ടോ? കാരണം ഇത്തരം ആളുകൾ ഭക്ഷണം നിയന്ത്രിക്കാൻ അവർ റെഡിയല്ല, വ്യായാമം ചെയ്യാൻ അവർ തീരെ റെഡിയല്ല. അവർക്ക് എന്ത് ചെയ്യണം? താൽക്കാലികമായിട്ട് ഭക്ഷണം നിയന്ത്രിക്കാതെ വ്യായാമം ചെയ്യാതെ വെയിറ്റ് ഒന്ന് കുറഞ്ഞു കിട്ടണം. വല്ല ഫുഡ് സപ്ലിമെന്റ്സ് ഉണ്ടോ? കാരണം ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഇന്ത്യൻ മാർക്കറ്റ് പറഞ്ഞാൽ 140 കോടിയിൽ കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഒരു മാർക്കറ്റാണ്. മാത്രമല്ല ഇതിൽ ഭൂരിപക്ഷം ആളുകൾക്കും പല പൊണത്തടിയുടെ പ്രശ്നങ്ങളും ഉണ്ട്. ഇത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. ആയുർവേദത്തിലുണ്ട്, ഇപ്പം ഹോമിയോപ്പതിയിലുണ്ട്, ഇംഗ്ലീഷ് മരുന്നുകളിലൊക്കെ ഉണ്ട്. ഇപ്പം ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ സെമാഗ്ലൂട്ടൈഡ് ഒരു ഗുളിക ഉണ്ട്. അത് പൊതുവേ ഈ പ്രമേഹ രോഗികൾക്ക് കൊടുക്കുന്ന ഗുളിക. അത് കുടിച്ചാൽ തടി നല്ലോണം കുറയും. അതുപോലെ തന്നെ പതാഞ്ജലിന്റെ ചില ഉൽപ്പന്നങ്ങളുണ്ട്, ഹിമാലയ വൃക്ഷാമിലുണ്ട്, ഹെർബാലൈഫ്, അങ്ങനെ ഒരുപാട് മാർക്കറ്റുകൾ നമുക്ക് അറിയുന്നത്. ഒരുപാട് പുതിയ കമ്പനികളൊക്കെ ഒരുപാട് ഇന്ത്യൻ മാർക്കറ്റിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടി ഫുഡ് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ മരുന്നുകൾ വിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇത്തരം മരുന്നുകൾ പലതും നല്ല മരുന്നുകളുണ്ട്. നമുക്കൊരു 10% നമുക്ക് ഗുണം തരികയാണെങ്കിൽ ഒരു 30% നമുക്ക് ശരീരത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം മരുന്നുകൾ. കാരണം ഇത്തരം മരുന്നുകളൊക്കെ ഫാറ്റ് ബേണേഴ്സ് എന്ന് പറയാം. ഫാറ്റ് ബേണേഴ്സ് ആണ് കൊഴുപ്പിനെ കത്തിച്ച് കളയുക. ഇവരൊക്കെ വർക്ക് ചെയ്യുന്ന ഈ മരുന്നുകളൊക്കെ വർക്ക് ചെയ്യിക്കുന്നത് നമ്മളെ ഹൃദയത്തെ കൂടുതൽ വർക്ക് ചെയ്യിക്കുകയാണ്. നമുക്ക് ഇതിന്റെ സൈഡ് എഫക്റ്റിലൊക്കെ നമ്മൾ നോക്കാം. നമുക്ക് ഇത്തരം പല മരുന്നുകൾ കഴിച്ചാൽ ഒരു സൈഡ് എഫക്റ്റ് ആണ്, നമ്മുടെ ഹാർട്ടിന്റെ റേറ്റ് കൂടും. ഹാർട്ടിന്റെ എന്ത് ചെയ്യുക, പമ്പിങ് റേറ്റ് കൂടും. പമ്പിങ് റേറ്റ് കൂടുന്ന ഈ മരുന്നുകളൊക്കെ കൂടുതൽ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വർക്ക് ലോഡ് കൊടുക്കുന്നത് നമ്മുടെ ഹൃദയത്തിനാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഹൃദയത്തിന് കൂടുതൽ പമ്പിങ് കൂടും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും ഹാർട്ട് റേറ്റിൽ ഭയങ്കര സ്പീഡായിട്ട് ഉള്ള ചില മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് രാത്രി ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഫാറ്റ് വരൊക്കെ കത്തി പോവുകയാണ്. പിന്നെ രണ്ടാമതൊന്ന് ബ്ലഡ് പ്രഷർ വർദ്ധിക്കും. ഈ ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ എന്തായാലും പ്രഷർ വർദ്ധിക്കും. ഈ ഹാർട്ട് റേറ്റും പ്രഷറും കൂടി വെക്കുന്ന ചിലപ്പോൾ അറ്റാക്കിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ട്രോക്ക് പോലെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്നാണ്, നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ഇത് ബാധിക്കുന്നുണ്ട്. ചില മരുന്നുകൾ നമ്മളെ ദഹനപ്രക്രിയ ബാധിക്കുമ്പോൾ അത് ടോട്ടലി നമ്മുടെ ശരീരത്തെ ഘട്ടം ഘട്ടമായിട്ട് അത് ബാധിക്കും. മറ്റൊന്നാണ്, ചില മരുന്നുകൾ ഉറക്കത്തെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ചില മരുന്ന് കഴിച്ചാൽ ഉറക്കം കിട്ടൂല. അപ്പോൾ ഈ ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ അത് ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ ടോട്ടൽ സംവിധാനത്തെ ബാധിക്കും. പിന്നെ ഒന്ന് ലിവർ ഡാമേജാ. നമ്മളെ ശരീരത്തിലെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ, നമ്മുടെ ശരീരത്തിലെ കെമിക്കൽസിനൊക്കെ എല്ലാം ആവശ്യമുള്ള കെമിക്കൽസിനെ എടുത്തിട്ട് അനാവശ്യ കെമിക്കൽസിനൊക്കെ ഫിൽട്ടർ ചെയ്ത് ഒഴിവുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്ലാനാണ് ലിവർ ഘട്ടം ഘട്ടമായിട്ട് ചില മരുന്നുകൾ പല കെമിക്കൽസ് കയറിയിട്ട് ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മുടെ കിഡ്നീനെ ഫെയിലിയർ ആവാൻ സാധ്യത. കാരണം കിഡ്നീന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ വെള്ളത്തെ ഫിൽട്ടർ ചെയ്യാണ്. നമ്മളിപ്പോൾ കഴിക്കുന്ന പല മരുന്നിലും അനാവശ്യമായിട്ടുള്ള പല കണ്ടന്റുകൾ ഉണ്ടാക്കുക. ഇതൊന്നും 100% സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വരുന്ന കമ്പനികളല്ല. അപ്പൊ ഈ കമ്പനിന്റെ ബോക്സും എഴുതിയ കണ്ടന്റുകൾ മാത്രമായിരിക്കില്ല, ഹിഡൻ ആയിട്ടുള്ള പല മരുന്നുകളും അതിൽ കുത്തിക്കയറാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മളെ കിഡ്നിയെ ഫെയിലിയർ ആക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ചില ആൾക്കെങ്കിലും നിൽക്കാതെ തലവേദന വരും. ഇത്തരം ചില മരുന്നിന്റെ സൈഡ് എഫക്റ്റ് തലവേദന. ഈ തലവേദനക്കുള്ള ഒരു മെയിൻ കാരണം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. നമ്മളെ ഗട്ടറിന്റെ പ്രശ്നങ്ങളാണ് തലവേദനകളായിട്ടൊക്കെ മാറുന്നത്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെ മരുന്നുകൾ വ്യാപകമായി വിൽക്കുന്നുണ്ട്. പല മരുന്നുകളും കുടിച്ചാൽ വെയിറ്റ് നല്ലോണം കുറയുന്നുണ്ട്. പക്ഷേ ഈ വെയിറ്റ് കുടിക്കുന്ന സമയത്ത് മാത്രമേ കുറയുള്ളൂ. അത് കുടിച്ചാൽ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും അത് പഴയ കണ്ടീഷനൊക്കെയാണ് വരുന്നത്. ഇത്തരം മരുന്നുകൾ ഡോക്ടർമാരൊന്നും അത് പ്രൊമോട്ട് ചെയ്യുന്നു ഇല്ല. ഇതിനൊക്കെ നമുക്ക് ഒരു പ്രതിനിധി ഇതിനൊക്കെ മാറി നിൽക്കുന്ന നമുക്ക് ഇത്തരം മരുന്നുകൾ, കൃത്യമായിട്ടുള്ള അത്തരം മരുന്നുകൾ കഴിച്ചിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാക്കാതിരിക്കാൻ നല്ലത്. വെയിറ്റ് ലോസിന് ഏറ്റവും നല്ല എന്താണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് പാകത്ത് കഴിക്കുക. ദിവസം ഒരു അരമണിക്കൂർ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക. ഈ വ്യായാമം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ റൂട്ടീൻ, ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ഒരു ദിവസം 1.5 മണിക്കൂർ വ്യായാമം ചെയ്താൽ നമുക്ക് നല്ല എനർജറ്റി കിട്ടും, നല്ല പവർ, നല്ല സന്തോഷം, മനസ്സിലൊക്കെ നല്ലൊരു കുളിർമ, നമുക്ക് നടക്കാൻ തന്നെ എന്തെങ്കിലും വളരെ ഉഷാറായി. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്.